ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നല്ല വെയിലായിരുന്നേ. കുറച്ച് പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി ഉണക്കാനായിട്ട് വെച്ച് നല്ല വെയിൽ നിൽക്കായിരുന്നു. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്കും വെയിൽ തന്നെ കേട്ടോ. വന്ന് നോക്കിയപ്പോഴേക്കും പാത്രങ്ങളിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്നു. ഞാൻ കുളിച്ചുകൊണ്ട് നിന്ന സമയത്ത് ഒരു മഴ പെയ്ത് മാറി. അങ്ങനെ കുറച്ച് ബെഡ്ഷീറ്റ് ഞാൻ വെയിൽ കണ്ടുകൊണ്ട് വാഷ് ചെയ്യാനായിട്ട് ഇട്ടു. അത് ഉണക്കാനിട്ട സമയം മുതൽ വെയിലില്ല, ഇങ്ങനെ മഴക്കാറുമായിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ എന്താണ് കാലാവസ്ഥ, വെയിലാണോ മഴയാണോ ഒരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷേ ഒരു അരമണിക്കൂർ നല്ല വെയിൽ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റുകളെല്ലാം ഉണങ്ങിയാനെ. ഇത് താഴത്ത് വീണ്, ഞാൻ കഴുകി കൊണ്ടുവന്നപ്പോൾ തറയിൽ വീണു, ചെളിയായി. പക്ഷെ ഭയങ്കര കാറ്റ് കേട്ടോ. ആ കാറ്റിൻ്റെ അഘാതത്തിൽ ബെഡ്ഷീറ്റുകൾ ഉണങ്ങി. നല്ല കാറ്റുണ്ട്, ഉണങ്ങി, ഏകദേശം ഉണങ്ങിയെങ്കിലും ഒന്നുകിൽ മഴ പെയ്യുക അല്ലെങ്കിൽ വെയിലായിട്ട് നിൽക്കുക. അത് രണ്ടും ഇല്ലാതെ മനുഷ്യനായിട്ട് വട്ടാക്കുന്നത്. മഴയെന്നും പറഞ്ഞ് ഇതൊക്കെ വിരിക്കാനിട്ടിരിക്കുന്നതുണ്ടേ. ഞാനൊന്ന് നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണാൻ എടുത്തിട്ടൊരു സമാധാനമില്ല. പുറത്ത് മഴ പെയ്താൽ അറിയില്ല, സീരീസും കണ്ടുകൊണ്ടിരുന്നാലും ഇങ്ങനെ എൻ്റെ ബെഡ്ഷീറ്റും നനയും. ആ പാത്രങ്ങൾ, ഉണങ്ങിയിരുന്ന പാത്രങ്ങൾ വീണ്ടും വെള്ളമായി, അതിന് വീണ്ടും ഉണക്കാൻ വെച്ചിരിക്കുന്നു. ഇപ്പോൾ വെയിലുണ്ടായിരുന്നു ഇത്ര സമയം, ഇപ്പോൾ വീണ്ടും മഴക്കാറ് വന്നു. മഴ പെയ്യോ വെയിലാണോ ഒന്നും അറിയില്ല. നല്ല കാറ്റുമുണ്ട്. ഇത് മഴ പെയ്യുന്ന ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ മഴ പെയ്തിട്ട് വെയിൽ വരുമായിരിക്കും. അപ്പം ഞാനൊരു പരിപാടി ചെയ്യാമെന്ന് കരുതി. ഇവിടെ പുറത്തിരുന്ന് നെറ്റ്ഫ്ലിക്സ് കാണാം, ടി വിയിലിട്ട് നെറ്റ്ഫ്ലിക്സ് കാണാമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ടി വി ഇട്ട് അകത്തിരുന്നാലും മഴ പെയ്താൽ അറിയത്തില്ല. മിക്കവാറും ഇപ്പം തന്നെ മഴ പെയ്യും കേട്ടോ. ഉണങ്ങി കിടക്കുന്ന തുണികൾ നനയാണ്ടിരുന്നാൽ മതി. ഇന്ന് എനിക്ക് ഫുൾ റെസ്റ്റ് പറഞ്ഞതാണ്. ഒരു ഫാൻ ഇട്ടേക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം ഉണ്ടത്. ആ, ഫുൾ റെസ്റ്റ് പറഞ്ഞതായിരുന്നു. ഇന്ന് ഞാൻ നന്നായിട്ട് ജോലി ചെയ്ത് കേട്ടോ. കുറെ പയറ് പരിപ്പ് സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തട്ടി വെച്ചില്ല, കവറോട് ഇരിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര ഉണ്ടായിരുന്നു. ഫുൾ ഉറുമ്പ് കയറി ഒരു പരുവായിട്ടിരുന്നു കേട്ടോ. പിന്നെ എല്ലാം എടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കി വേറെ ഒന്നിലൊക്കെ മാറ്റി. ഇപ്പം എനിക്ക് നടുവേദനിക്കുന്നു. അങ്ങനെ വേദനയല്ല, ആ തടവിയതിൻ്റെ ഒക്കെ റെസ്റ്റ് എടുക്കാത്തതിൻ്റെ ഒരു വേദന എനിക്കിപ്പോൾ ഉണ്ട്. പണി കിട്ടുമോ എന്നൊരു പേടി. ഞാനേ ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ എടുത്ത കേട്ടോ. കാരണം നല്ല മഴക്കാർ വരുന്നുണ്ട്, ഉറപ്പായിട്ടും മഴ പെയ്യും. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാവോ എന്നെനിക്ക് അറിയത്തില്ല. നല്ല മഴക്കാർ വരുന്നുണ്ട്. സോ മഴ പെയ്യും. എന്തായാലും കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പം, കാറ്റടിച്ച് ഉണങ്ങി. അതുകൊണ്ട് തുണികൾ എടുത്തു. ഇനി നെറ്റ്ഫ്ലിക്സിലെ സീരീസ് സമാധാനത്തോടെ ഇരുന്ന് കാണാം. ബെഡ്ഷീറ്റ് എടുത്തു. ബെഡ്ഷീറ്റ് ബെഡിൽ വിരിച്ച സമയം മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴ കേട്ടോ. ഞാൻ എടുത്തത് എന്തായാലും നന്നായി. എന്തായാലും എൻ്റെ നെറ്റ്ഫ്ലിക്സ് കാണല് ക്യാൻസൽ കേട്ടോ. ഏട്ടൻ പുറത്ത് പോയിരിക്കായിരുന്നു. ഏട്ടനുണ്ടെങ്കിൽ ഒരു കുന്തോ നടക്കത്തില്ല. ഏട്ടൻ ടി വി ഇട്ട് വെച്ച് ഏതെങ്കിലും യൂട്യൂബ് ഒക്കെ കണ്ടോണ്ടിരിക്കും. സഫാരിയാണ് മെയിൻ. സഫാരി ഇട്ട് കണ്ടോണ്ടേയിരിക്കും. ഏട്ടൻ വന്ന് ടി വി കൈയടത്തി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നെറ്റ്ഫ്ലിക്സ് ഇട്ട് വെച്ചോണ്ടിരുന്ന ഒന്നും നടക്കത്തില്ല. അങ്ങനെ ആ ആഗ്രഹം നശിച്ചു പോയി. ഞാൻ ഇങ്ങനെ മഴയും കണ്ട് നിൽക്കുകയാണ്. എനിക്ക് പിന്നെ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറേയേറെ പരിപാടികളുണ്ട്. നടുവും വേദനിക്കുന്നുണ്ട്. റെസ്റ്റിംഗ് എന്നുള്ളൊരു പരിപാടിയേ ഇല്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയിലാണ് നമ്മളെ. അപ്പോഴൊരു കുഞ്ഞ് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. വേദ ഷോപ്പിങ്ങിനില്ല കേട്ടോ. വേദയെ കൊണ്ടൊന്ന് ട്യൂഷനാക്കിയിട്ട് എനിക്കൊന്ന് ചാലയിൽ പോകണം. ഒരു സാധനം കുറേ നാൾ കൊണ്ട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും വീട്ടുകളിൽ ഉള്ള ഒരു സാധനമാണ് കേട്ടോ. അത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ്. ഞാൻ ഓൺലൈനൊക്കെ നോക്കി, പക്ഷെ ഓൺലൈനിൽ എനിക്ക് ഒരു പേടി, അത് വാങ്ങിയാൽ ഇവിടെ എത്തുമ്പോൾ എന്താകും എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചാലയിൽ പോയപ്പോൾ, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാലയിൽ പോയപ്പോൾ ആ സാധനം അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഇന്ന് എന്തായാലും അതങ്ങ് വാങ്ങിയേക്കാന്ന് കരുതി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ വസ്ത്രയുടെ ഫോണ്, ഒരു പഴയ ഫോണിലാണ് ഞാൻ വസ്ത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ ഫോണായിരുന്നു കേട്ടോ. അതിപ്പം ഏകദേശം ആ പെട്ടിയിലാവാറായി. അത് വർക്കിംഗ് ആണ്, എന്നും അതിന് കുറച്ച് പൈസ കൊണ്ടൊന്ന് കളയണം. അതിനെക്കാട്ടി പുതിയൊരു ഫോൺ വാങ്ങാന്ന് കരുതി വസ്ത്രക്കെട്ട് ഫോൺ കൂടി വാങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണേ. നമ്മളെ മീൻ ചേച്ചി ഇരിക്കുന്നു. രാവിലെ മീനൊക്കെ വിറ്റിട്ട് ഇന്ന് പോയില്ല. നല്ല മഴ കേട്ടോ. രാവിലെ നല്ല വെയിലായിരുന്നു. ഈ വെയിൽ കണ്ട മഴയാണെന്ന്, മഴ ഉണ്ടാവുമെന്ന് കരുതിയില്ല. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം മുതൽ തോരാണ്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്രാവശ്യം സ്കൂൾ അവധി കിട്ടിയില്ലല്ലോ വേദ, മഴയായിട്ട്. ഇവിടെ മഴ കുറവല്ലേ. ഇന്നാണ് ഇതിന് മഴ ഉച്ചയ്ക്ക് ശേഷം മാറാണ്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ മഴ പെയ്യും വെയിൽ വരും, മഴ പെയ്യും വെയിൽ വരും. നമ്മളെ ഇവിടെ ഒരു അറപ്പുര വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു.
വന്നിട്ട് ഇവിടെ ഒരു ഫോൺ കടയുണ്ട്. അപ്പോൾ വേദയ്ക്ക് ട്യൂഷനുള്ള സമയം ആയില്ല, ട്യൂഷനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഫോണ് കുഞ്ഞു കടയുണ്ട്. അപ്പോൾ ജസ്റ്റ് കയറി ഒന്ന് നോക്കാം. അധികം പൈസയ്ക്കൊന്നും വാങ്ങുന്നില്ല, കാരണം നമുക്ക് വസ്ത്രയുടെ ആവശ്യത്തിന് മാത്രം മതി ആ ഒരു ഫോണ്. ഒരു സെക്കൻഡറി ഫോൺ എന്നുള്ള നിലയിൽ വസ്ത്രയുടെ ആവശ്യത്തിന് മാത്രം മതി. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, ഓക്കെ ആണെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും വാങ്ങാമെന്ന് കരുതി. വേദയ്ക്ക് സമയമായില്ല ട്യൂഷൻ, അതുകൊണ്ടാണ് ഒന്ന് കയറി നോക്കാം, അവൾക്ക് ഇപ്പോഴേ നേരത്തെ ചെന്നിരിക്കണ്ടല്ലോ എന്ന് കരുതിയത്. ഫോൺ നോക്കി, അവിടെ ഫോണുണ്ട്, പക്ഷേ ഒന്ന് രണ്ട് കടകളൂടെ കയറി നോക്കാം. വേറെ ഇവിടെ കുറച്ച് കൊച്ചു കടയുണ്ട്, കുറച്ച് മോഡൽസേ ഉള്ളൂ. അപ്പം വേറെ കുറച്ച് കടകളിലൂടെ കയറിയിട്ട് സ്റ്റോറേജ് കൂടുതലുള്ള ഫോൺ നോക്കി നമുക്ക് എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ വസ്ത്രയുടെ ഫോൺ എടുത്തില്ല, വീട്ടിൽ കിടക്കണം. അതിപ്പോൾ കിടന്ന് തൂക്ക് അടിച്ചുകൊണ്ടിരിക്കണം എനിക്ക്. നമ്മൾ വാങ്ങാൻ വന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്നാണ് ഞാൻ വസ്ത്രയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാൻ ബോർഡ് വാങ്ങിച്ചത്. ഈ സാധനമാണ് വാങ്ങാൻ വന്നത്. ഇത്രയും വലുത് വേണ്ടത് ഭയങ്കര വിലയായിരിക്കും. സോ നമ്മളിപ്പോൾ വാങ്ങാൻ വന്നിട്ടുള്ളത് സ്റ്റാൻഡിങ് മിററാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ LED വരുന്ന ടൈപ്പ് കണ്ടു കേട്ടോ. അപ്പം നമ്മളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആയതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ LED ലൈറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ലതാണ്. അതിനാണ് ലൈറ്റ് ഞാൻ എപ്പോഴും അഡീഷണലായിട്ട് ചെയ്യുന്നത്. അങ്ങനെ LED ഉള്ള മിറർ തപ്പാണ്. അല്ലാത്ത മോഡൽ മിറർ ഒരുപാട് ഇരിപ്പുണ്ട്. LED ഉള്ള ടൈപ്പിൽ വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ ഗോൾഡൻ ഫ്രെയിം വരുന്നതാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഗോൾഡൻ ഫ്രെയിം വരുന്നതില്ല, ബ്ലാക്ക് ഫ്രെയിം വരുന്നത് ഇവിടെ LED-യിലുള്ളൂ. ഗോൾഡൻ ഫ്രെയിമിലുള്ളത് ഭയങ്കര വലിയൊരു സൈസിൽ കേട്ടോ. അപ്പോൾ അത്രയും വലിയ സൈസ് വേണ്ട. ഞാൻ ഉദ്ദേശിച്ച സൈസിൽ ആക്ച്വലി LED വരുന്ന ടൈപ്പ് ഇല്ല, അതിനെക്കാട്ട് കുറച്ചുകൂടെ വലിപ്പമുള്ളത് ബ്ലാക്ക് ഇതിൽ വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെയും വച്ചല്ലേ പറ്റുള്ളൂ, നമുക്ക് ആവശ്യമില്ല, നീടുണ്ടല്ല. ഇതാണോ ഏറ്റവും കുറഞ്ഞത്? ഇതിന്റെ കുറഞ്ഞ ടൈപ്പ് ഇല്ലേ? കുറച്ചുകൂടെ ചെറിയ സൈസ് ആയാലും മതി. ആ സൈസിന്റെ LED ഇല്ലേ? ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരുമോ? നമ്മൾ നോക്കി ഇവിടെ നിറയെ കടകളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേറെ ഒന്ന് രണ്ട് കടകളൂടെ നോക്കിയിട്ട്, ഇതാണ് ചാല, നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ചാല മാർക്കറ്റ്. ഇന്നലെ ആരോ എന്നോട് എന്തോ മോളുടെ സ്റ്റഡി ടേബിൾ അവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ചാല എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിരുന്നേ. അപ്പൊ ഒരാൾ ചാളയോ എന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടിരുന്നു. ചാളയല്ല, ചാല മാർക്കറ്റ്. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ത് സാധനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കിട്ടും. പൂവ്, ഇതുപോലുള്ള ഫർണിച്ചർ, ഗോൾഡ്, ജുവലറീസ്, എന്ത് സാധനം വന്നാലും ഇവിടെ കിട്ടും. അതാണ് ചാല മാർക്കറ്റ്. ഫിഷ്, വെജിറ്റബിൾസ് ഒക്കെ ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ചാല. അപ്പൊ അതുകൊണ്ടാണ് ഈ സാധനം വാങ്ങാൻ നമ്മൾ ഇങ്ങോട്ട് വന്ന്. ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല, പക്ഷെ ഒരു ദിവസം വന്നപ്പോ കണ്ടു. ഇതിനകത്ത് കുറെ ഉണ്ട് കടകൾ. അങ്ങോട്ടും ഒക്കെ നിറയെ കടകളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഓരോരോ സെക്ഷൻ ആയിട്ടാണേ. ഫസ്റ്റ് കുറച്ച് ഭാഗം ഫർണിച്ചർ, പിന്നെ കുറച്ച് ഭാഗം ഈ നെറ്റിപ്പട്ടം, അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ, ഇതുപോലത്തെ സാധനങ്ങൾ, ഫ്രെയിമുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞ. പിന്നെ കുറച്ച് ഭാഗം പൂക്കട, പിന്നെ കുറച്ച് ഭാഗം വിളക്ക്, അങ്ങനെയൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇത് ലോക്കൽ സെറ്റപ്പ് ആയിപ്പോയി. ചോദിച്ചു നോക്കായിരുന്നു. എന്താ ലൈറ്റുള്ള വലിയ മിറർ ഇല്ല, വലുത് നീളമുള്ളത് അത്യാവശ്യം വേണം. ഇല്ല കേട്ടോ, ഇന്നത്തെ ആവശ്യത്തിന്. സാധാ ഗ്ലാസ് ആണ്. സുനിൽ ഗ്ലാസ്സിലൊക്കെ റേറ്റ് കൂടുതലായിരിക്കും. സുനിൽ ഗ്ലാസ്സിലെ റേറ്റ് കൂടുതലായിരിക്കും. അത് വലിയ ഷോപ്പാണ്, ഇവിടെ ഉണ്ടാവും, റേറ്റ് കൂടുതലായിരിക്കും. ആണ്ടായിരിക്കണം. അപ്പുറത്തും ഉണ്ടെന്നോ? ഒരുപാട് കടകളിൽ സാധനമുണ്ട്, പക്ഷേ LED വരുന്ന ടൈപ്പില്ല. LED വേണമെങ്കിൽ പറഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നീടുള്ള ചെയ്ത് വാങ്ങിക്കൽ നടക്കുന്ന കാര്യമില്ല. ഇതുപോലൊരു ദിവസം ഞാൻ വാങ്ങാൻ വന്നിട്ടാണ് പിന്നീട് വാങ്ങാമെന്നും പറഞ്ഞ് പോയിട്ട് അത് നടക്കാതെ വന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വാങ്ങിച്ചിട്ട് പോയാൽ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് അതുള്ള സ്ഥലത്തുനിന്ന് ഒരിടത്തും കിട്ടിയില്ലെങ്കിൽ ആദ്യം കയറി കടയിൽ നിന്ന് തന്നെ വാങ്ങാമെന്ന് കരുതിയേ.
ഇവിടെ ഒരുപാട് കടകളുണ്ടെങ്കിലും ഈ LED ഉള്ള ടൈപ്പ് ഇല്ല കേട്ടോ. നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കുമ്പം LED ഉള്ള ടൈപ്പല്ലേ നല്ലത്. അപ്പോൾ ഇവിടെ ഈ ഒരു കടയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ കുറച്ചപ്പുറത്ത് വേറൊരു കടയുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ ലൈറ്റ് എല്ലാം കത്തി ഇവർ കാണിച്ചു തന്നെ കേട്ടോ. കൊള്ളാം, നല്ല ഭയങ്കര സൈസ്, അത്രയും സൈസ് എനിക്ക് വേണ്ടിയിരുന്നു. വെയിറ്റും ഉണ്ട്, നമുക്ക് ഈസിലി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പാടായിരിക്കും. 1.5 ഇഞ്ച് അത്രയും എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ടത്. അപ്പോൾ വേറൊരു 2 കടയിലോട് നോക്കിയിട്ട് ഏതാണോ ബെറ്റർ, നമ്മുടെ സൈസും വിലയും ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള എവിടെയാന്ന് നോക്കിയിട്ട് ഈ LED ടൈപ്പാണ് കുറവ്. അപ്പോൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇനി ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ പിന്നെ നടക്കൂല, പിന്നെ വാങ്ങിപ്പ് നടക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ആവേശത്തിന് വന്ന് വാങ്ങിച്ചത്. അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും കയറി വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകും. നമ്മളൊരു കട കണ്ടു കേട്ടോ. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ചോദിച്ചതിൽ ഇവിടത്തെ കടയിൽ കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ സാധനം ഇപ്പൊ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്റ്റോക്ക് ഇല്ലേ? നല്ല താമസിക്കുന്നു. ഫൈനലി കറങ്ങിത്തിരിക്കും നമ്മൾ ഈ കടയിൽ. വർഷ ഗ്ലാസസ് ഇവിടെ തന്നെ വന്നിട്ട് ഇവിടെ മാത്രമാണ് LED ഇതുള്ളത്, മറ്റിടത്തൊന്നും അവൈലബിൾ അല്ല. നമ്മൾ പറഞ്ഞാൽ ചെയ്ത് തരത്തേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങിയ മിറർ കേട്ടോ. ഭയങ്കര വലിയ മിറർ. ഇതിന്റെ ചെറുത് വേണമെങ്കിൽ ഇനി ചെയ്യിച്ചെടുക്കണം. അതിനുള്ള 5 അടി നീളം, 1.5 അടി വീതി. പറഞ്ഞാൽ അവർ നമ്മുടെ സൈസിനനുസരിച്ച് ചെയ്തു തരും. പിന്നെ ഇവിടെ ഞാനിപ്പോൾ അത്യാവശ്യപ്പെട്ട് നിൽക്കണോണ്ടാണ് ഇത് തന്നെ എടുക്കാമെന്നും പറഞ്ഞ് എടുത്തത് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഉണ്ട്, എൻ്റെ വീട്ടിൽ മാത്രമില്ല. നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോഴേ സാരിയെ കൊടുത്തിട്ട്, വീട്ടിലാണെങ്കിൽ പാർലറിൽ പോയി ചെയ്താൽ കുഴപ്പമില്ല, വീട്ടിലാകുമ്പോൾ നമുക്കൊന്ന് കൊള്ളാമോ എന്നൊക്കെ നോക്കാൻ പോലും വലിയ പാടാണ്. വാങ്ങിച്ച് സെറ്റ് സാധനം വെച്ചു. തന്നെ ചെയ്യുന്ന സാധനമാണ്, അതുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് വാങ്ങിക്കാം. ശരി ശരി. നമ്മള് വസ്ത്രം തുടങ്ങുമ്പോ ആദ്യമായിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ഒരു ബോർഡ് വന്ന് വാങ്ങുന്ന ഇവിടുന്ന് ചേട്ടനാണ് എനിക്ക് കട്ട് ചെയ്ത് തരണത്. ശരി ശരി. വേദയ്ക്ക് സ്റ്റഡി ടേബിൾ വാങ്ങിയത് ഇവിടെ നിന്നാണ്, ഗ്രാൻഡ് ഫർണിച്ചർ. ഉമ്മയാണ് നമുക്ക് തന്നത്. ഉമ്മയും വസ്ത്രം വാങ്ങിയപ്പോൾ നമ്മൾ റാക്ക് വാങ്ങിയത് ഉമ്മയുടെ ഏറ്റവും കോൺഫിഡൻസോട് കൂടി എനിക്ക് സപ്പോർട്ട് തന്ന ഒരാളാണ്. മാമിന്റെ നല്ലൊരു ക്യാരക്ടറും അതിന്റെ കൂടെ പ്ലസ് ആണ്. ഇനിയും വിജയങ്ങൾ ഒരുപാട് വന്ന് ചേരേണ്ടതാണ് എന്റെ മാമിന്. ഞാൻ അന്ന് 3 റാക്ക് വാങ്ങി. അപ്പം ഞാൻ പറഞ്ഞ് ഒന്നുകൂടെ എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അത് മുന്നോട്ട് പോകുമല്ലേ എന്ന് അറിയില്ല. അപ്പോൾ പറഞ്ഞ് അങ്ങനെ ഒരിക്കലും ചിന്തിച്ചുകൊണ്ട് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അപ്പം എനിക്കൊരു സ്റ്റൂൾ കൂടെ വേണം. വാക്കി ടോക്കിയോ ബ്രാഞ്ചസിലുള്ള. ശരി. അങ്ങനെ സ്റ്റൂള് കുഷൻ ഇല്ലാത്ത ടൈപ്പ് കൂടെ ഒന്ന് നോക്കിയ ചേട്ടാ. നല്ല ബ്ലാക്ക്. നമ്മൾ ഇരിക്കുന്ന ഏതിലാണെന്ന് കാണൂലല്ലോ. അനിയത്തിയുടെ കുഞ്ഞുമാവന്റെ എല്ലാം അറിയുന്നുണ്ട്, അപ്ഡേഷൻ ആണ്. ഇതാണ് ഞാൻ വാങ്ങിയത്. മിററിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയായിരുന്നു ഇത് വാങ്ങാൻ എത്ര പേര് ഉമ്മയുടെ അടുത്ത് വരുമെന്നുള്ളത്. ഇവർക്ക് വലിയ ഷോപ്പ് അപ്പുറത്തുണ്ട്. ഇത് തുടക്കത്തിൻ്റെ ഷോപ്പോ? ഇല്ലില്ല. അലമാരി നമ്മൾ 2 എണ്ണം ഇവിടെ നിന്നാണ് വാങ്ങിയത്. അത് ഇവർക്ക് വലിയ ഷോറൂം അപ്പുറത്തുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിയത്. ഇതിപ്പോൾ പോയപ്പോൾ ഉമ്മയെ കണ്ട് ഉമ്മ ഇങ്ങനെ വിളിച്ച് ഇല്ല ഇനി സമയമില്ല, മോള് ട്യൂഷനൊക്കെ. ഗൈസ് സാധനം എല്ലാം വാങ്ങി വീടെത്തി. ഫോൺ വാങ്ങിയില്ല കേട്ടോ. ഫോൺ വാങ്ങാൻ സമയം കിട്ടിയില്ല, വേദയ്ക്ക് ട്യൂഷൻ കഴിയാറായി. പിന്നെ നമ്മൾ ഫോൺ വാങ്ങിക്കാൻ നിന്നില്ല. മിററും വാങ്ങി, ആ സ്റ്റൂളും വാങ്ങി. നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് കീ നോക്കുന്നു, കീ കാണാനില്ല. കീ എവിടെയോ മിസ്സായിപ്പോയി. അങ്ങനെ നെട്ടയത്ത് അമ്മയുടെ ഒരു കീ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിൽ 3 കീ ഉണ്ട്. 2 കീ ഞങ്ങളുടെയിലും 1 കീ അമ്മയുടെയിലും കൊടുത്തിട്ടുണ്ട്. നെട്ടയത്ത് കീ വാങ്ങാൻ പോവാണ്. അങ്ങനെ 3 കീ ഞങ്ങളുടെയിലുണ്ട്. അതിൽ 2 കീ ഞങ്ങളിൽ വെച്ചേക്കും, 1 കീ അമ്മയുടെ സ്പെയർ കൊടുത്തിട്ടുണ്ട്, നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വരാനും തുറക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോവാണ്. ഇന്ന് രാവിലെ അല്ല, കുറേ സമയമായി വണ്ടി കയറിയിട്ട് ഇതുവരെ വീടൊന്ന് എത്തിയിരിക്കാൻ നോക്കിയിട്ട് റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ് ഞാൻ ഈ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കീ വാങ്ങാൻ നെട്ടയത്ത് പോവാണ്. വേദ അവിടെ തന്നെ നിൽക്കുന്നു. സ്കൂട്ടറിന്റെ കീ എങ്കിലും പുറത്തുണ്ടായിരുന്നെങ്കിൽ അതിലെങ്കിലും പോയിരുന്നു. ഈ കാറും വലിച്ചെടുത്തോണ്ട് ഇനി നെട്ടയം വരെ പോണി തിരക്കുള്ള സമയത്ത്. അങ്ങനെ ഗൈസ് താക്കോല് നമ്മൾ ആദ്യം ഫോൺ വാങ്ങാൻ ഇറങ്ങിയില്ലേ, അവിടെ വീണ് കിടന്നു കേട്ടോ. വീടിൽ നിന്ന് നേരെ പോയത് അങ്ങോട്ടേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് മടിയിലിരിക്കുന്നുണ്ടാവും കീ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ തന്നെ വീണ് കാണും എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ സംഭവം കിട്ടിയിട്ടുണ്ട്, ഞാനാണ് കളഞ്ഞതേ. സോ ഗൈസ് ഇതാണ് നമ്മുടെ ചേട്ടാ എന്താണ് സ്റ്റാൻഡിങ് മിറർ.
നല്ല രസമുണ്ട് കേട്ടോ. അത് നമുക്ക് ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യാൻ ഭയങ്കര, നമുക്ക് വസ്ത്രയുടെ വീഡിയോ ഒക്കെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ മിററിൽ എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാനായിട്ട്. കൊള്ളാം അല്ലേ? നൈസല്ലേ? നൈസാണ് അല്ലേന്ന് വെച്ചപ്പോൾ ആരും ഒന്നും പറയെങ്കിൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.